ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാധാരണ നമുക്ക് ബോഡിക്ക് നല്ല ഹൈഡ്രേഷൻ വേണമെന്നൊക്കെ പറയാറുണ്ടല്ലോ. അപ്പോൾ അതിന് നമ്മൾ വെള്ളം ഒരുപാട് കുടിക്കാറുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ഫേസിലേക്കും ഹൈഡ്രേറ്റ് വേണം. അപ്പോൾ ഈ വെള്ളം കൂടി കുറയുമ്പോഴാണ് നമുക്ക് പുറമേക്കുള്ള ഈ ഒരു ക്രീംസ് അങ്ങനത്തെ മോയ്സ്ചറൈസർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടി വരാറുള്ളത്. അപ്പോൾ അങ്ങനെ കുറച്ച് സംഭവങ്ങൾ എന്ന് വെച്ചാൽ ഒരുപാട് മാർക്കറ്റിൽ പ്രോഡക്റ്റ് അവൈലബിൾ ആണ് ഹൈഡ്രേറ്റിന് വേണ്ടി മാത്രമായിട്ടുള്ള. പക്ഷേ മാമ എർത്തുകാർ പുതിയതായിട്ട് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് ഹൈഡ്രേറ്റിനോട് ഒപ്പം തന്നെ പിങ്ക് ഗ്ലോ ആയിട്ട് നമ്മുടെ ഫേസ് നിൽക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണ് ഈ ഒരു ബീട്രൂട്ട് ജെൻറ്റൽ ഫേസ് വാഷ് ആൻഡ് മോയ്സ്ചറൈസർ. അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് അപ്ലൈ ചെയ്താലാണ് ഈ ഒരു പിങ്ക് ഗ്ലോ വിത്ത് ഹൈഡ്രേറ്റ് ആ ഒരു സംഭവം കിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് ഏതാണെന്നൊക്കെ നമുക്കൊക്കെ ഇതിപ്പോൾ പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള സംഭവമാണ്. യൂസ് ചെയ്ത് നോക്കിയപ്പോൾ നല്ല റിസൾട്ടും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫേസ് വാഷ് എന്ന് പറയുന്നത് മാമ എർത്ത് ബ്രാൻഡിൽ ഒരുപാട് ഫേസ് വാഷ് വരുന്നുണ്ട്. ഓയിലി സ്കിൻ ആയാലും നോർമൽ സ്കിൻ ആയാലും അങ്ങനെ പല സ്കിന്നുകാർക്ക് പല ഫേസ് വാഷാണ്. അപ്പോൾ ഇത് പല സ്കിൻകാർക്ക് പല ഫേസ് വാഷ് എന്ന് പറയാൻ പറ്റില്ല. ഇതെന്ന് പറയുമ്പോൾ ആക്ച്വലി ഫേസ് ഹൈഡ്രേറ്റ് ആവാനും അതുപോലെ തന്നെ ആ ഒരു പിങ്ക് ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഇതിലത്തെ ഫേസ് വാഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ബീട്രൂട്ട് ആൻഡ് ഹൈഡ്രോണിക് ആസിഡ്. ബീട്രൂട്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം കിച്ചണിൽ നിന്ന് കിട്ടുന്ന ഐറ്റംസ് ആണ്. അത് നമ്മുടെ സ്കിൻ റൂട്ടീന് നമ്മൾ യൂസ് ചെയ്യാറുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ ലിപ്പ് ഒക്കെ നല്ല പിങ്ക് റെഡിഷ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബീട്രൂട്ടൊക്കെ യൂസ് ചെയ്യാറില്ലേ. അപ്പോൾ ആ ഒരു സെയിം സംഭവം തന്നെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പിങ്ക് ടച്ച് വരുന്നത് ഈ ഒരു ബീട്രൂട്ട് ഉള്ളത് കൊണ്ട് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിലുള്ളത് ഹൈഡ്രോണിക് ആസിഡ് നമ്മുടെ സ്കിന്ന് ഹൈഡ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവം കൂടിയാണ്. ഇതിൽ മെയിൻ ഇവർ ക്ലെയിം ചെയ്യുന്നത് ഫോർ ഹൈഡ്രേറ്റ് പിങ്ക് ഗ്ലോ. അതാണ് പാക്കിംഗ് ഒക്കെ സൂപ്പറാണ് കേട്ടോ. ഒരു കളർ കോമ്പിനേഷൻ ബീട്രൂട്ടിൻ്റെ കളർ തന്നെ. പിന്നെ പാക്കിങ്ങിൽ എഴുതിയിരിക്കുന്നത് മെയ്ഡ് സേഫ് ആണ്, ഡെർമറ്റോളജിക്കൽ ടെസ്റ്റഡ് ആണ്, അതുപോലെ തന്നെ സോപ്പ് ഫ്രീ ഓൾ സ്കിൻകാരുകൾ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സംഭവം കൂടിയാണ്. ഇതിൻ്റെ പാക്കിംഗ് 100 ml ഒരു പാക്കാണ് കേട്ടോ ഈ ഒരു ഫേസ് വാഷ് വരുന്നത്. ബാക്കിൽ ഇതിൻ്റെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഉണ്ട്. നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. പക്ഷേ ഇത് മാത്രം അപ്ലൈ ചെയ്തുകൊണ്ട് കാര്യമില്ല കേട്ടോ. ഇതിൻ്റെ കൂടെ നമുക്ക് മോയ്സ്ചറൈസറും കൂടി അപ്ലൈ ചെയ്താലാണ് ആ ഒരു പിങ്ക് ഗ്ലോ എഫക്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ബാക്കിലത്തെ ഇൻഗ്രീഡിയൻസ് ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് ഫുള്ളായിട്ട് ഇരുന്ന് വായിക്കാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ ഇതൊരു പ്ലാസ്റ്റിക് പോസിറ്റീവും കൂടിയാണ് കേട്ടോ. ഇവരുടെ എന്ന് വെച്ചാൽ പ്രൊഡക്ഷൻ ചെയ്യണേക്കാളും കൂടുതൽ ഇവരുടെ പാക്കിങ് കാര്യങ്ങളൊക്കെ എല്ലാത്തിൻ്റെയും പ്ലാസ്റ്റിക് അടിപൊളിയാണ്. എന്ന് വെച്ചാൽ പാക്കിങ് റീസൈക്കിൾ ചെയ്യാൻ പറ്റും. അതാണ് അതിനുപരി നമുക്ക് ഇതിൻ്റെ പാക്കിങ് അവർ റീസൈക്കിൾ ചെയ്തോട്ടെ, അവർ അത്ര പ്രൊഡക്ഷൻ ചെയ്തോട്ടെ, അതൊന്നും നമുക്കൊരു വിഷയമല്ല. പക്ഷെ നമ്മൾ മേടിച്ച സംഭവം അത് വർക്കൗട്ട് ആവണം എന്നുള്ളത്. അപ്പോൾ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാലോ ഇതിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത്. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡിലാണ് കേട്ടോ ഇതിൻ്റെ ടെക്സ്ചർ വരുന്നത്. അത് സാധാരണ നോർമൽ ഫേസ് വാഷിൻ്റെ പോലെ തന്നെ നമുക്ക് സാധാരണ ഫേസ് വെറ്റ് ചെയ്തിട്ട് നമുക്ക് സാധാ ജെൻറ്റൽ മസാജ് കൊടുത്തതിന് ശേഷം ഒന്ന് ഫേസൊക്കെ നന്നായിട്ട് മസാജ് കൊടുത്തതിന് ശേഷം ഒരു മിനിറ്റത്തോളം നമ്മുടെ ഫേസിലൊന്ന് നന്നായി മസാജ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഫേസ് ടാപ്പായിട്ട് ഒന്ന് തുടച്ചെടുത്താൽ മതിയിട്ട്. അപ്പോൾ തന്നെ ചെറിയൊരു നമുക്ക് വ്യത്യാസം കാണാൻ പറ്റും. നമുക്ക് എന്താ ക്ലിയർ സ്കിൻ എന്നൊക്കെ പറയില്ലേ, ഡേർട്ടൊക്കെ പോയിട്ട് നല്ല ക്ലിയർ സ്കിൻ, ആ ഒരു സ്കിന്ന് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഇതൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡിലാണ് ഇതിൻ്റെ ഒരു ടെക്സ്ചർ വരുന്നത്. അപ്പോൾ ഇത് ഫേസ് വാഷാണ്. ഇതിനോടൊപ്പം തന്നെ നമുക്ക് ഫേസ് മോയ്സ്ചറൈസറും വരുന്നുണ്ട്. അതും സെയിം ബീട്രൂട്ട് ആൻഡ് ഹൈഡ്ര ഫുൾ മോയ്സ്ചറൈസർ. ഇതിന് മെയിൻ ഇൻഗ്രീഡിയൻസ് സെയിം തന്നെയാണ്, ബീട്രൂട്ട് ആൻഡ് ഹൈഡ്രോണിക് ആസിഡ് ആണ് വരുന്നത്. ഇനി ഇതും സെയിം അവർ അതിനെ ക്ലെയിം ചെയ്തിരിക്കും. പക്ഷേ ഇതിൻ്റെ 50 ഗ്രാമാണ് വരുന്നത്. ഫേസ് വാഷ് ആണെങ്കിൽ 100 ഗ്രാം, ഇത് മോയ്സ്ചറൈസർ ആണെങ്കിൽ 50 ഗ്രാമാണ് വരുന്നത്. പക്ഷേ റേറ്റ് ഇതിന് കുറച്ച് കൂടുതൽ കേട്ടോ. ഇനി ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് നമ്മൾ പറഞ്ഞു. ഇത് കൂടാണ്ട് ഇതിൽ വേറെയും കുറേ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടുണ്ട്. അതാണ് ഇത്. അപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. ഇത് കൂടാണ്ട് ഇതിൻ്റെ ഓപ്പണിംഗ് പാക്ക് നോക്കാം നമുക്ക്. ഇതിൻ്റെ പുറത്തത്തെ ഔട്ടർ പാക്കാണ് ഈ കാണുന്നത്. ഇനി ഉള്ളിലത്തെ പാക്ക് എങ്ങനെയാണ്, നോർമലി ഇവരുടെ എല്ലാ മോയ്സ്ചറൈസറിൻ്റെ പാക്ക് ഉള്ള പോലെ തന്നെയാണ് കേട്ടോ, ഒരു വ്യത്യാസവും ഇല്ല. നോർമൽ എല്ലാം പാക്ക് ഉള്ള പോലെ തന്നെ.
ചെറിയ ഒരു ക്യൂട്ടായിട്ടുള്ള ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു 50 ഗ്രാമിൻ്റെ ഒരു ചെറിയ ബോട്ടിലാണ് വരുന്നത്. ഫുൾ നമുക്ക് ഈ ഔട്ടർ പാക്ക് എടുത്ത് വെക്കേണ്ട കാര്യമൊന്നുമില്ല, കാരണം ഇതിലെ എല്ലാം ഡീറ്റെയിൽസ് നമുക്ക് ഇന്നർ പാക്കിൽ കൊടുത്തിട്ടുണ്ട്, അത് ഇന്നർ ബോട്ടിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഇത് മാറ്റി വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ പറഞ്ഞു നമ്മൾ. ഇനി ഇതിൻ്റെ ഉള്ളിലത്തെ എങ്ങനെയാണ് ലുക്ക് കാര്യങ്ങളൊക്കെ നോക്കേണ്ടത്. ഇത് നോർമൽ ഒരു പിങ്ക് ടെസ്റ്റർ തന്നെയാണ് വരുന്നത് കേട്ടോ. ശരിക്കും ആ ഒരു ലൈറ്റ് പിങ്ക് ആ ഒരു ടെസ്റ്റർ തന്നെയാണ്. ബീട്രൂട്ട് എന്ന് പറയുമ്പോൾ നല്ല പിങ്ക് അല്ല, അത് അങ്ങനെയല്ല, ഒരു ലൈറ്റ് പിങ്ക്. അതിൽ കുറച്ച് നല്ല നമ്മുടെ ഓയിലൊക്കെ നമ്മൾ തേക്കുന്ന ആ ഒരു ഫീല്. പക്ഷെ നോൺ സ്റ്റിക്കി ആണ്, നന്നായിട്ട് ബ്ലെൻഡായി പോകും. ആ ഒരു രീതിയിലാണ് കേട്ടോ. കുറച്ച് നേരം ഒന്ന് നമുക്ക് സ്കിന്നിലൊന്ന് ഇങ്ങനെ ബ്ലെൻഡായി വരുന്ന വരയ്ക്ക് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ടോട്ടലി നമുക്കത് സ്കിന്നോട് അങ്ങനെ അബ്സോർബായി പോകും. അങ്ങനെ വലിയ അങ്ങോട്ട് നോൺ സ്റ്റിക്കാണ്, അങ്ങനെ നമ്മളെന്തോ അപ്ലൈ ചെയ്തു എന്നുള്ള അങ്ങനെ ഒരു ഫീലൊന്നും ഇല്ല കേട്ടോ. ശരിക്കും ആ ഒരു ഗ്ലോനെസ് ആ ഒരു ഇത് നമുക്ക് നമ്മുടെ സ്കിന്നെ ഫീൽ ചെയ്യാറുണ്ട്. ഹൈഡ്രേഷൻ നമ്മുടെ സ്കിന്ന് ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാറുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് ചെയ്യുമ്പോൾ തന്നെ ഇനി ഇത് എത്ര മണിക്കൂർ നിൽക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു 6 to 8 hours. അത് ഓരോരുത്തരുടെ സ്കിൻ അനുസരിച്ചിട്ടിരിക്കും. പിന്നെ എന്ത് സംഭവം മേടിച്ചാലും അതൊന്ന് പാച്ച് ടെസ്റ്റ് ട്രൈ ചെയ്തതിന് ശേഷം മാത്രമേ മുന്നോട്ട് യൂസ് ചെയ്യാൻ പാടുള്ളൂ. കാരണം എല്ലാവരും സ്കിൻ ഡിഫറെൻ്റ് ആണല്ലോ. പിന്നെ ഇനി ഇത് എവിടെയൊക്കെയാണ് കിട്ടുക, എങ്ങനെയാണ് ഇതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഒരുവിധം എല്ലാം ഓൺലൈൻ സൈറ്റിൽ കിട്ടാറുണ്ട്. ഇപ്പോൾ ആമസോൺ, ഫ്ലിപ്കാർട്ട്, നൈക്ക, പേർപ്പിൾ അങ്ങനെ പല സൈറ്റിലും ഉണ്ട്. ഇത് കൂടാണ്ട് ഇവർക്ക് സ്വന്തമായിട്ടുള്ള ആപ്പും അതുപോലെ തന്നെ വെബ്സൈറ്റും ഉണ്ട്. ഈ 2 വെബ്സൈറ്റിലും ഇവർക്ക് അവൈലബിൾ ആണ്. പക്ഷേ പ്രൈസ് വേരിയേഷൻ വരുന്നുണ്ട്. ഇപ്പോൾ ഓൺലൈനിൽ ഇപ്പോൾ ആമസോൺ, ഫ്ലിപ്കാർട്ടിലൊക്കെ കിട്ടുന്ന റേറ്റ് അല്ല നമുക്ക് ഇവരുടെ ആപ്പിലും അതുപോലെ തന്നെ വെബ്സൈറ്റിലും കിട്ടുന്നത്. കാരണം ഇവർക്ക് നമുക്ക് മാമാർത്തിൻ്റെ ഏതൊരു പ്രോഡക്റ്റ് ഇവരുടെ വെബ്സൈറ്റിൽ നിന്നും അതുപോലെ തന്നെ ആപ്പിൽ നിന്നും മേടിക്കുകയാണെങ്കിൽ ഡിസ്കൗണ്ട് ഉണ്ടാവും. ഡിസ്കൗണ്ടിൻ്റെ കൂപ്പൺ കോഡ് ഞാനിവിടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. 20% വരെ ഡിസ്കൗണ്ട് നമുക്ക് കിട്ടും. ഇത് മാത്രമല്ല, നമുക്ക് മാമാർത്തിൻ്റെ ഏതൊരു പ്രോഡക്റ്റ് മേടിക്കായാലും സെയിം ഡിസ്കൗണ്ട് തന്നെ നമുക്ക് കിട്ടും. 20% വരെ ഡിസ്കൗണ്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇത് മാത്രമല്ല കേട്ടോ, നമുക്ക് കുട്ടികളുടെ ഒരുപാട് പ്രോഡക്റ്റ്സ് വരുന്നുണ്ട്, വലിയവർക്കുള്ളത് വരുന്നുണ്ട്, അതുപോലെ ഹെയർ കെയറിന് ഒരുപാട് പ്രോഡക്റ്റ്സ് വരുന്നുണ്ട്. അപ്പോൾ ഏതിലും നമുക്ക് ഫൗണ്ടേഷൻസ് തന്നെ വരുന്നുണ്ട്, ലിപ്സ്റ്റിക്സ് വരുന്നുണ്ട്. ഏതെടുത്താലും സെയിം നമുക്ക് 20% ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ പിന്നെ ഇവരുടെ മെയിൻ എയിം എന്ന് പറയണമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഒരു 2025 1 million ട്രീ ഉണ്ടാവണം എന്നുള്ളതാണ്. വെച്ചാൽ നമ്മൾ ഓർഡർ ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഓരോരോ ട്രീകൾ അവർ നട്ടുകൊണ്ടിരിക്കും. അതാണ് അവരുടെ മെയിൻ എയിം എന്ന് വെച്ചാൽ ട്രീ എപ്പോഴും നമ്മുടെ നാച്ചുറാലിറ്റി കീപ്പ് ചെയ്യാനായിട്ടാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മൊത്തത്തിൽ ഇത് എന്ന് പറയുമ്പോൾ ഒരു ഹൈഡ്രേറ്റ് ചെയ്തിരിക്കണം, ഒരു പിങ്ക് ടച്ചോട് കൂടിയിട്ട് വരുന്ന രീതിയിലുള്ള ഒരു ഫേസ് വാഷും മോയ്സ്ചറൈസറും ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. നമുക്ക് ഏത് സ്കിൻകാർക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നാണ് ഇവർ ക്ലെയിം ചെയ്യുന്നത്. എൻ്റെ നോർമൽ സ്കിന്നാണ്, അതുകൊണ്ട് എനിക്ക് എൻ്റെ സ്കിന്നിനെ കുറിച്ചേ പറയാൻ പറ്റുള്ളൂ. ഇനി ഓയിലി സ്കിൻകാർക്കൊക്കെ ഇത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവർക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യത ഉണ്ടാവും. കാരണം അവർ ഓൾറെഡി ഓയിലിയാണ്, അതിനോടൊപ്പം തന്നെ ഹൈഡ്രേറ്റും കൂടി ആകുമ്പോൾ ഭയങ്കര ഓവറായിട്ട് ഓയിലി ഫീൽ ചെയ്യാൻ സാധ്യത ഉണ്ട്. പക്ഷെ ഞാൻ ഓയിലി സ്കിൻകാരുടെ കാറ്റഗറിയിൽ പെടുന്നതല്ലാത്തത് കൊണ്ട് എനിക്കത് പറയാൻ പറ്റില്ല. പക്ഷേ എൻ്റെ നോർമൽ ടു ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇത് സൂട്ടബിൾ ആവുന്നുണ്ട് കേട്ടോ. ഇതിൽ അങ്ങനെ വലിയ ഹാർഷോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ പിന്നെ ഇത് ഓൺലൈൻ കൂടാണ്ട് ഇവർക്ക് നമ്മുടെ ഇപ്പോൾ ലോക്കലായിട്ടുള്ള സ്റ്റോഴ്സിലും അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ മാമാർത്തിൻ്റെ. ഇപ്പോൾ മാമാർത്തിൻ്റെ തന്നെ സ്വന്തമായിട്ടുള്ള അവർക്ക് സ്റ്റോറ് തന്നെ വരുന്നുണ്ട്. ആ ഒരു സ്റ്റോറിൽ പോയാലും നമുക്ക് ഇത് ഡയറക്റ്റ്, പക്ഷേ അവിടെയൊക്കെ റേറ്റ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അറിയില്ല. സെയിം MRP പ്രൈസ് കൊടുക്കണോ എന്താണെന്ന് അറിയില്ല. ഇനിയിപ്പോൾ ഇതിൻ്റെ റേറ്റ് നോക്കുകയാണെങ്കിൽ ഇത് ഫേസ് വാഷിന് വരുന്നത് 259 റുപ്പീസാണ് ഫേസ് വാഷിൻ്റെ റേറ്റ് വരുന്നത്. MRP പ്രൈസ് ശരിക്കും ഫുൾ കൊടുക്കേണ്ടി വരും കൂപ്പൺ കോഡ് യൂസ് ചെയ്തില്ലെങ്കിൽ. ഇനി ഇതിൻ്റെ റേറ്റ് വരുന്നത് 349 റുപ്പീസാണ് കേട്ടോ. ഈ ഒരു നമുക്ക് മോയ്സ്ചറൈസർ വരുന്നത് ചെറിയൊരു 50 ഗ്രാമിൻ്റെ ആണ്. ഇതിന് റേറ്റ് കൂടുതലാണ്, ഇതിന് റേറ്റ് കുറവാണ്. പക്ഷേ വർക്കൗട്ട് ചെയ്യണത് ഈ ഒരു മോയ്സ്ചറൈസറാണ് കേട്ടോ. കൂടുതൽ വർക്കൗട്ട് ഇനി എത്ര നാൾ ഓടും, എത്ര സമയം യൂസ് ചെയ്യാൻ പറ്റും ചോദിച്ചാൽ അത് ഡിപ്പെൻസ് ആണ്. അപ്പോൾ നമ്മൾ കൂടുതൽ പുറത്തേക്കൊക്കെ ട്രാവൽ ചെയ്യുന്ന ഒരാൾക്കാരെങ്കിൽ 2 നേരം മോർണിംഗ് ആൻഡ് ഈവനിങ് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ചിലർ വീട്ടിൽ മാത്രം ഇരിക്കുകയാണെങ്കിൽ ജസ്റ്റ് വൈകുന്നേരം മാത്രം നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ രാവിലെ വെറുതെ മുഖം കഴുകിയാൽ മതി. എന്ന് വെച്ചാൽ രാത്രി കിടന്നു കഴിഞ്ഞാൽ പിന്നെ അഴുക്കും കാര്യങ്ങളൊന്നും വരുന്നില്ലല്ലോ, വെറുതെ വാട്ടർ വെച്ചിട്ട് വാഷ് ചെയ്താൽ മതി. ട്രാവൽ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ
2 ടൈംസ് ഒക്കെ യൂസ് ചെയ്യാം. പിന്നെ അതിന് മേലെ യൂസ് ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മാമ എർത്ത് ബീട്രൂട്ട് ജെൻറ്റൽ ഫേസ് വാഷ് ആൻഡ് മോയ്സ്ചറൈസർ. ഇപ്പോഴത്തെ പുതിയ ലോഞ്ച് ചെയ്തിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പോൾ ഇനിയും ഇതുപോലെ നല്ല നല്ല പ്രൊഡക്ട്സ് ആയിട്ട് മാമ എർത്തിൻ്റെ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.